നമസ്കാരം. സംസ്ഥാനത്തെ നഗരങ്ങളിൽ നൈറ്റ് ലൈഫ് തർക്കങ്ങളിലേക്ക് നീങ്ങുന്ന സംഭവങ്ങൾ കുറച്ച് ദിവസമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇതിനിടെ നൈറ്റ് ലൈഫിനെ കുറിച്ച് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും. നൈറ്റ് ലൈഫ് ഇരുട്ടിലുള്ള കാര്യമാണെന്ന ധാരണ ശരിയല്ലെന്നും ഇപ്പോൾ എല്ലായിടത്തും വെളിച്ചമെത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി വ്യാപനത്തിനെതിരെ കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് പലയിടങ്ങളിലും രാത്രികൾ സജീവമായ സ്ഥലങ്ങളുണ്ട്. അവിടെ നൈറ്റ് ലൈഫ് ചെലവഴിക്കുന്നത് ഇരുട്ടിലല്ല, പകലിനേക്കാൾ വെളിച്ചമുള്ള സ്ഥലങ്ങളാണവ. അങ്ങനെയുള്ള നൈറ്റ് ലൈഫ് കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് സജ്ജമാകുക. ആളുകൾക്ക് ഉല്ലാസത്തോടെ ഇരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളായിരിക്കും അവ. ദൂഷ്യവശങ്ങൾ ഒഴിവാക്കാൻ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാനവീയം വീഥി, മറൈൻ ഡ്രൈവ് എന്നിവയടക്കമുള്ള നൈറ്റ് ലൈഫ് കേന്ദ്രങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നുവെന്ന യോഗത്തിൽ ഉയർന്ന ആക്ഷേപത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. നേരത്തെ നൈറ്റ് ലൈഫിന് തടയിടണമെന്നും നമ്മുടെ രാജ്യത്തിന് അത്ര പറ്റില്ലെന്നുമാണ് മനസ്സിലാക്കുന്നതെന്നും കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞിരുന്നു. കുട്ടികളൊക്കെ നുണ പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് ബീന ഫിലിപ്പ് വ്യക്തമാക്കി. കോവൂർ ഇരിങ്ങാടൻപള്ളി മിനി ബൈപ്പാസിൽ നാട്ടുകാരും കച്ചവടക്കാരും തമ്മിലുള്ള സംഘർഷത്തിന്റെ സാഹചര്യത്തിലായിരുന്നു മേയറുടെ പ്രതികരണം. രാത്രികാല കച്ചവടങ്ങളുടെ പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടുകയാണ്. കോർപ്പറേഷൻ അല്ല ഇവർക്ക് ലൈസൻസ് നൽകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഉദ്യം രജിസ്ട്രേഷൻ വഴിയാണ് കച്ചവടം തുടങ്ങുന്നത്. ഇതിന്റെ മറവിൽ ചെറുപ്പക്കാർ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നാട്ടുകാരും പോലീസും ലഹരി ഉപയോഗത്തിനെതിരെ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും മേയർ ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച കോവൂർ ഇരിങ്ങാടൻപള്ളി മിനി ബൈപ്പാസിലെ രാത്രികാല കടകൾ ഡിവൈഎഫ്ഐ അടിച്ചു തകർത്തിരുന്നു. രാത്രി കച്ചവടത്തിനെതിരെ പ്രതിഷേധിച്ച നാട്ടുകാരെ കടക്കാർ തള്ളിയെന്നാരോപിച്ചാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ കടകൾ തല്ലി തകർത്തത്. ഇരുവശങ്ങളിലുമായി ഫുഡ് കോർട്ടുകൾ നിറഞ്ഞതോടെ രാത്രിയിൽ വൻ തിരക്കാണ് മിനി ബൈപ്പാസിൽ അനുഭവപ്പെടുന്നത്. റോഡിലെ അനധികൃത പാർക്കിങ്ങും സംഘർഷവും ഏറെ ബുദ്ധിമുട്ടായതോടെ നാട്ടുകാർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രദേശത്ത് ലഹരി വിൽപ്പനയും സജീവമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അടുത്തിടെ മിനി ബൈപ്പാസിൽ ലഹരി വിൽപ്പനയ്ക്കെത്തിയ യുവാവിനെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രദേശത്ത് സംഘർഷം പതിവായിരിക്കുന്ന സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിലെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഒരു മാസം 10:30 ശേഷം കടകൾ പൂട്ടി സ്ഥിതിഗതികൾ പരിശോധിക്കാമെന്ന ആശയമാണ് കൗൺസിലർമാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇരു കൂട്ടരും പരസ്പരം തീരുമാനങ്ങൾ അംഗീകരിക്കാതെ വന്നതോടെ പ്രശ്നപരിഹാരമാകാതെ യോഗം പിരിയുകയായിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം നാട്ടുകാർ ബലം പ്രയോഗിച്ച കടകൾ അടപ്പിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. രാത്രി 10:30 ശേഷം കടകൾ തുറക്കരുതെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ. എന്നാൽ 12 മണിവരെയെങ്കിലും കടകൾ തുറക്കാൻ അനുവദിക്കണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്.